ഓക്കെ, നമുക്ക് ജസ്റ്റ് ഡിസ്കഷൻ പാർട്ടിലോട്ട് പോകാം. ഞാൻ ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട്സാ പറഞ്ഞത്. അപ്പോൾ സ്കൂൾ ഓഫ് തോട്ട്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു പർട്ടിക്കുലർ ഐഡിയ അല്ലെങ്കിൽ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ ഐഡിയ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതാണ് സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്. അതിൽ അവർക്ക് മനസ്സിലായ എക്സ്പ്ലനേഷൻ ഓഫ് മൈൻഡ് ഉണ്ട്, അവർക്ക് മനസ്സിലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓഫ് ബിഹേവിയർ ഉണ്ട്. ഇതെല്ലാം കൂടി കൂടി ചേർന്നിട്ട് പറയുന്നതാണ് നമ്മൾ സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച സ്കൂൾ ഓഫ് തോട്ട്സ് ആണ് എന്തൊക്കെയാണ്? സ്ട്രക്ചറലിസം ഉണ്ട്, ഫങ്ഷണലിസം ഉണ്ട്, ബിഹേവിയറിസം ഉണ്ട്, കോഗ്നിറ്റിവിസം ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറലിസത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തത് സ്ട്രക്ചർ ഓഫ് മൈൻഡിനെ ആയിരുന്നു. ഓക്കെ, ഫങ്ഷണലിസത്തിന് ഫങ്ഷൻ ഓഫ് മൈൻഡ്. പിന്നെ ബിഹേവിയറിസത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മൾ ഓരോ ആൾക്കാർ ബിഹേവിയർ പഠിക്കുന്നത് നമ്മുടെ സറൗണ്ടിങ്സിനെ വാച്ച് ചെയ്തിട്ടാണ്. നമുക്കൊരു സ്റ്റിമുലസ് കിട്ടുന്നു, പിന്നെ നമ്മൾ എന്താ പഠിച്ചു വെച്ച ഒരു റെസ്പോൺസ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. അല്ലാണ്ട് അവിടെ ഒരു കോഗ്നിറ്റീവ് ആക്ഷനോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടൊന്നല്ല, നമ്മൾ സ്റ്റിമുലസ് കിട്ടിയിട്ട് നമ്മൾ എന്താണോ പഠിച്ചു വെച്ച റെസ്പോൺസ് അത് നമ്മൾ കാണിക്കുന്നു. അതാണ് ബിഹേവിയറിസത്തിൽ പറയുന്നത്. കോഗ്നിറ്റിവിസത്തിലോ ഇവിടെ കുറച്ചും കൂടി കൊഗ്നീഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കൊഗ്നീഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട കാര്യമാണ്, തോട്ട് പ്രോസസ് ആണത്. ഇവിടെ നമ്മൾ ഒരു സ്റ്റിമുലസ് കിട്ടുന്നു, പക്ഷേ നമ്മളൊരു റെസ്പോൺസ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മളവിടെ ആലോചിക്കുന്നു, നമ്മൾ ആ സ്റ്റിമുലസ് നേരത്തെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നോ, അതോ മോശം എക്സ്പീരിയൻസ് ആയിരുന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഒരു റെസ്പോൺസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ കോഗ്നിറ്റിവിസം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ തോട്ട് പ്രോസസ്സും കൂടി ഇൻവോൾവ് ആണ്. ഓക്കെ, അടുത്തതാണ് സൈക്കോ അനാലിസിസ്. ഇത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. എന്താണ്, ആരാണ് സൈക്കോ അനാലിസിസ് കൊണ്ടുവന്നത്? സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ നിങ്ങൾ വേറെ എന്തും ഓർത്തില്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞൊരു പേര് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ, സൈക്കോ അനാലിസിസ്, സൈക്കോ ഡൈനാമിക്സ്, അങ്ങനെ എല്ലാം എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അത് എന്താണ്, ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ചൈൽഡ്ഹുഡ് ആണ്. ചൈൽഡ്ഹുഡ്, പിന്നെ അന്ന് റിസോൾവ് ആവാത്ത കുറേ ട്രോമാസ് അല്ലെങ്കിൽ അന്ന് റിസോൾവ് ആവാത്ത കുറേ ക്രൈസിസ് നമ്മുടെ പ്രസന്റ് ആയിട്ടുള്ള ബിഹേവിയറിനെ അല്ലെങ്കിൽ പ്രസന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിനെ ബാധിക്കുമെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. എന്താണ്, ബിഹേവിയറിസവും സൈക്കോ അനാലിസിസിനെ തള്ളിക്കൊണ്ട് വന്നതാണ് നമ്മുടെ ഹ്യൂമനിസം. ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ എന്താണ്, ചുറ്റൊന്നും പഠിക്കുന്ന ഒരു ബിഹേവിയറും അല്ല, അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റും അല്ല നമ്മുടെ ഒരു പേഴ്സണാലിറ്റിനെ ഫോം ചെയ്യുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ആളാവണം, നമുക്കൊരു ബെറ്റർ വേർഷൻ ആവണം എന്ന് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു ചിന്തയുണ്ടല്ലോ. അപ്പൊ ആ ഒരു ചിന്തയാണ് നമ്മുടെ പ്രസന്റ് ഒരു പേഴ്സണാലിറ്റിനെ ഫോം ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരു ഞാൻ ഇങ്ങനെയാണ് ബിഹേവിയർ പഠിച്ചേക്കണത് എന്നും പറഞ്ഞുകൊണ്ട് അതെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പോവുകയല്ല എന്നാണ് ഹ്യൂമനിസത്തിൽ പറയുന്നത്. അതുപോലെ പാസ്റ്റ് ഞാൻ ഇങ്ങനെയായിരുന്നു, എന്റെ പേഴ്സണാലിറ്റി ഇങ്ങനെ ആയേ വരൂ എന്നും ചിന്തിക്കാൻ അല്ല ഹ്യൂമനിസം പഠിപ്പിക്കുന്നത്. ഇവിടെ കുറച്ചും കൂടി പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിനെ കാണാം, നമുക്കൊരു ബെറ്റർ വേർഷൻ ആവണം, അതുകൊണ്ട് ഞാൻ ഒരു ബെറ്റർ ചോയ്സ് നമ്മുടെ ലൈഫിൽ എടുക്കണം എന്നാണ് ഹ്യൂമനിസം പറയുന്നത്. ഇത് കുറച്ചും കൂടി ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടെത്തുന്ന ഒരു കാര്യമാണ് ഈ ജസ്റ്റാൾട്ടിസം. ഈ ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്ട്, അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഒരു സൈഡിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു 3 സർക്കിളിന്റെ നടുക്കായിട്ട് എന്താ ട്രയാങ്കിൾ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോ 3 സർക്കിൾ ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്, അങ്ങനെ എടുത്തെടുത്തല്ലല്ലോ നമ്മൾ ഇത് കാണുമ്പോൾ തോന്നുന്നത്. നമുക്ക് ഒരു ഒരു എന്താണ്, ഒരു ടുലിപ്പ്, ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ടുലിപ്പ് എന്ന് പറഞ്ഞ ഫ്ലവർ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു 3 പാർട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് മാത്രമേ നമുക്ക് പെട്ടെന്ന് അത് മൊത്തത്തിലാണ് കാണാൻ പറ്റുന്നത്. അല്ലാണ്ട് ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ 3 സർക്കിൾ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടല്ല കാണുന്നത്. അതാണ് ഗസ്റ്റാൾട്ടിസത്തിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഒരു മനുഷ്യനായാലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു പ്രോബ്ലം ആണെങ്കിലും നമ്മളത് പാർട്ട് പാർട്ടായിട്ടല്ല എടുത്ത് കാണുന്നത്. നമ്മൾ ഫസ്റ്റ് ആ ഒരു പ്രോബ്ലത്തിനെ അതിനെ ഹോൾ ആയിട്ടാണ് കാണുന്നത്. മൊത്തത്തിൽ കണ്ട് പിന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പൊ അതാണ് ഗസ്റ്റാൾട്ടിസം. പക്ഷേ സ്ട്രക്ചറിസത്തിൽ എന്താണ് അവിടെ പറയുന്നത്? നമ്മുടെ ഓരോ സ്ട്രക്ചേഴ്സിനെയാണ് ഡിപ്പിക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളൊരു നമ്മൾ ഹാപ്പി മൊമെന്റ് ആണെങ്കിൽ നമുക്ക് എന്താണ്, നമ്മൾ ബ്ലഷ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട്
ഹേർട്ട് ബീറ്റ് കൂടും, അതുപോലെ നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഹാപ്പിനെസ്. അങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചറലിസത്തിൽ പഠിക്കുന്നത്. പക്ഷെ പക്ഷെ ഗസ്റ്റാൾട്ടിസത്തിൽ എന്താണ്, മൊത്തത്തിൽ ആ ഒരു ഹാപ്പിനെസ്സിനെ മൊത്തത്തിലായിരിക്കും അവർ കാണുന്നത്. അല്ലാതെ ഏഹ്, എനിക്ക് എന്തൊക്കെ ഒരു ഫീലിങ്സ് ഇവിടെ വന്നു, എൻ്റെ ഹേർട്ട് ബീറ്റിന് എന്തൊക്കെ മാറ്റം വന്നു, അങ്ങനെയല്ല. നമ്മൾ ഫസ്റ്റ് ഹോൾ ആയിട്ടാണ് ഒരു കാര്യത്തിനെ കാണേണ്ടതെന്നാണ് ഗസ്റ്റാൾട്ടിസത്തിൽ പറയുന്നത്. അപ്പൊ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. അപ്പോൾ ഈ ഒരു വേർഡ് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗസ്റ്റാൾട്ടിസം ഓർമ്മ വരികയും ചെയ്യണം. പിന്നെ അടുത്തതാണ് ബയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്. ഈ ബയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഒരു ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അതുപോലെ തന്നെ ഈ സെറോട്ടോണിൻ, കോർട്ടിസോളിന്റെ ഒക്കെ ഓരോ കളികളാണെന്നാണ് ബയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് പറയുന്നത്. നമ്മുടെ ഹോർമോൺസിന്റെ ഒക്കെ ഓരോ കളികളാണ്, അല്ലാതെ ഫീലിങ്സോ ഇതൊന്നും അല്ല എന്നാണ് ബയോളജിക്കൽ പേഴ്സ്പെക്റ്റീവിൽ പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സ്ലീപ്പ് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഓൺ ബിഹേവിയർ. സ്വാഭാവികമായിട്ട് നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ദിവസം അത്ര ഫോക്കസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമോഷൻസ് ഒക്കെ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിഹേവിയർ ആയിട്ടായിരിക്കും നമ്മളവിടെ പറയുന്നത്. പക്ഷെ അതങ്ങനെയല്ല. ബയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആയിട്ടുള്ള ബ്രെയിൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ അറ്റൻഷനൊക്കെ എന്താണ് അറ്റൻഷനൊക്കെ അറ്റൻഷനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു പാർട്ട് ഡിസ്ട്രപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള സെറോട്ടോണിൻ അതുപോലെ കോർട്ടിസോളിന്റെ ഒക്കെ പ്രൊഡക്ഷൻ കൂടുകയും അതുപോലെ നമുക്ക് ഇറിറ്റബിലിറ്റിയും അതുപോലെ പുവർ കോൺസെൻട്രേഷൻ ഒക്കെ വരും. അപ്പോൾ ഇവര് കൂടുതലും ബയോളജിക്കലി ആണ് ഓരോ കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്, അല്ലെങ്കിൽ നമുക്കിത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സെൽഫ്, അടുത്ത പാർട്ടാണ് സെൽഫ്. സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് ഈസ് എ കോർ ഓഫ് ഹൂ വി ആർ അവർ ട്രൂ ഇന്നർ ഐഡന്റിറ്റി. നമ്മളാക്കുന്ന കുറേ കാര്യങ്ങൾ, ട്രേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതാണ് നമ്മുടെ സെൽഫ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റിയ എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ബുക്കിനോട് ഭയങ്കര പാഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ റിയ ഇത് എവിടെ പോയാലും ആ ഒരു പാഷൻ മാറ്റത്തില്ല. ആ ഒരു ബുക്കിനോടുള്ള പാഷൻ മാറ്റി കഴിഞ്ഞാൽ റിയ വേറെ ആരെങ്കിലും ആയി മാറും. കാരണം റിയ എന്ന സംഭവത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവളുടെ ബുക്കിനോടുള്ള പാഷനാണ്. അപ്പൊ റിയ അത് ഏതൊരു സ്ഥലത്ത് പോയാലും ആ മാറാതെ നിൽക്കുന്ന ആ ഒരു യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിയയുടെ ആ ബുക്കിനോടുള്ള പാഷൻ. അപ്പോൾ സെൽഫ് ഈസ് ദ കോർ ഓഫ് ഹൂ വി ആർ ആൻഡ് അവർ ട്രൂ ഇന്നർ ഐഡന്റിറ്റി. ഓക്കെ, അടുത്തത് സെൽഫ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പാർട്ടാണ് കോഗ്നിറ്റീവ് ആൻഡ് ബിഹേവിയറൽ ആസ്പെക്ട് ഓഫ് സെൽഫ്. അപ്പോൾ സെൽഫിന് കോഗ്നിറ്റീവ് ആസ്പെക്ട് ഉണ്ട്. കോഗ്നിറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഹൗ വി തിങ്ക് അബൌട്ട് അവർ സെൽഫ്, നമ്മൾ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് എന്താണ്, അതാണ് കോഗ്നിറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ആസ്പെക്ടിന് രണ്ട് തരമുണ്ട്. എന്താണ്? സെൽഫ് കോൺസെപ്റ്റ് ഉണ്ട്, സെൽഫ് എസ്റ്റീം ഉണ്ട്. സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ വേ വി പെർസീവ് അവർ സെൽഫ്, നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ എങ്ങനെയാണോ പെർസീവ് ചെയ്യുന്നത് അതാണ് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ്. അത് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, അതുപോലെ നെഗറ്റീവും ആവാം. ഓക്കെ, അടുത്താണ് സെൽഫ് എസ്റ്റീം. ഇറ്റ് ഈസ് ദ കോൺഫിഡൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ അവർ സെൽഫ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോടുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു റെസ്പെക്റ്റ് ആണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെക്കുക. ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് ചോദിച്ചിട്ടുണ്ട്, മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്താണ് ബിഹേവിയറൽ ആസ്പെക്ട്സ്. അത് ഹൗ വി ആക്ട് ബേസ്ഡ് ഓൺ അവർ സെൽഫ് കോൺസെപ്റ്റ്. നമ്മുടെ സെൽഫ് കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ബിഹേവിയർ ആസ്പെക്ട് എന്ന് പറയുന്നത്. അതിൽ 3 തരമുണ്ട്. എന്തൊക്കെയാണ്? സെൽഫ് എഫിക്കസി ഉണ്ട്, സെൽഫ് റെഗുലേഷൻ ഉണ്ട്, സെൽഫ് കൺട്രോൾ ഉണ്ട്. സെൽഫ് എഫിക്കസി ഇസ് എ ബിലീവ് ദാറ്റ് എ പേഴ്സൺ ഹാസ് എബിലിറ്റി ടു പെർഫോം ആക്ഷൻസ് ദാറ്റ് വിൽ ലീഡ്സ് ടു എ ഡിസൈഡ് ഔട്ട്കം. ഓക്കെ, സെൽഫ് എഫിക്കസി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ നമ്മുടെ എബിലിറ്റിനെ കുറിച്ചുള്ള നമുക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എങ്ങനെ കളിച്ചു നടന്നാലും എക്സാമിന് ഞാൻ നല്ല മാർക്ക് വാങ്ങും. അത് നമുക്ക് നമ്മളോട് നമ്മുടെ എബിലിറ്റിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസമാണ്. ഓക്കെ, അതാണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. അടുത്തത് സെൽഫ് റെഗുലേഷൻ.
ഇറ്റ് റെഫേഴ്സ് ടു അവർ എബിലിറ്റി ടു ഓർഗനൈസ് ആൻഡ് മോണിറ്റർ അവർ ഓൺ ബിഹേവിയർ. നമുക്ക് നമ്മുടെ ബിഹേവിയറിനെ മോണിറ്റർ ചെയ്യാനും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് ശരിയായില്ല, അത് മോണിറ്റർ ചെയ്ത് അത് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു എക്സാം ആ ടൈമിൽ നമ്മൾ ഉഴപ്പി നടക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ മോണിറ്റർ ചെയ്യില്ലേ, ഇപ്പൊ ഞാൻ കുറച്ച് ഉഴപ്പുണ്ട്, നമ്മൾ പഠിക്കണം എന്നാലും നമുക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ എന്ന് നമ്മൾ റെഗുലേറ്റ് ചെയ്യാറില്ല. അതാണ് നമ്മൾ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് സെൽഫ് കൺട്രോൾ. അതും ചോദിച്ചിട്ടുണ്ട്. ലേണിംഗ് ടു ഡിലേ ഓർ ഡിഫർ ദ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ് ഇസ് കോൾഡ് സെൽഫ് കൺട്രോൾ. ഇതും ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് എബിലിറ്റി ടു റെസിസ്റ്റ് ഇമ്മീഡിയറ്റ് ടെംപ്ടേഷൻ. നമുക്ക് എന്തെങ്കിലും ടെംപ്ടേഷൻ തോന്നുകയാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് ഒരു ലോങ് ടേം ഗോളിലോട്ട് നമ്മൾ തിരിച്ചു വിടുന്നതിനാണ് നമ്മൾ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് 3 ടെക്നിക്സ് ഉണ്ട്. സെൽഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, സെൽഫ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒബ്സർവേഷൻ ഓഫ് അവർ ഓൺ ബിഹേവിയർ. ഇതും ടെക്നിക്സ് ആണ് സെൽഫ് കൺട്രോളിന്റെ. അപ്പോൾ ഇത് ആ ക്വസ്റ്റ്യൻ ആണ്. സോറി, ഞാൻ സെൽഫ് റീഎൻഫോഴ്സ്മെന്റ് പറഞ്ഞില്ലല്ലേ. ഓക്കെ, ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സെൽഫ് റെഗുലേഷൻ. ഇതാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഞാൻ സെൽഫ് റീഎൻഫോഴ്സ്മെന്റ് പറഞ്ഞില്ല. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ഇൻവോൾവ്സ് റിവാർഡിംഗ് ബിഹേവിയർ ദാറ്റ് ഹാവ് പ്ലസന്റ് ഔട്ട്കം എന്ന് വെച്ചാൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മുടെ റിവാർഡ്സ് അല്ലെങ്കിൽ പണിഷ്മെന്റ്, അതൊക്കെ റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ ഒരു ബിഹേവിയറിനെ ബലപ്പെടുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്ത് ഇപ്പൊ ബാക്കിയുള്ളവരുടെ ഒരു അപ്രിസിയേഷൻ അതൊക്കെ നോക്കിയിരിക്കണേക്കാളും നമുക്ക് നമ്മുടെ ആ ഒരു വർക്കിനെ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നമ്മൾ പെർഫോം ചെയ്തെങ്കിൽ നമുക്ക് നമ്മൾക്ക് തന്നെ റിവാർഡ് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും നമുക്ക് മേടിച്ചു കൊടുക്കാം. അതാണ് സെൽഫ് റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ പിന്നെ ആ ഒരു ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ നമുക്ക് തന്നെ റിവാർഡ് ചെയ്യുന്നതാണ് നമ്മൾ സെൽഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി വെക്കാം. നെക്സ്റ്റ്, ടെമ്പറമെന്റ്. Temperament is a set of inborn traits and tendencies that shape how we respond to our environment. ടെമ്പറമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജനിച്ചപ്പോൾ കിട്ടുന്ന ആ ഒരു ട്രേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 3 തരമുണ്ട്. ഈസി ടെമ്പറമെന്റ് ഉണ്ട്, ഡിഫിക്കൽട്ട് ടെമ്പറമെന്റ് ഉണ്ട്, സ്ലോ ടു വാം ടെമ്പറമെന്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ജനിച്ച കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ചില കുട്ടികളുണ്ട് എന്ന് എല്ലാവരുടെ അടുത്തും പോകും, അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷനോടും ആ കുട്ടി നല്ല നല്ല രീതിക്ക് ഇഴുകിച്ചേർന്ന് പോകും. അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഈസി ടെമ്പർമെന്റ് എന്ന് പറയുന്നത്. ഏതൊരു സിറ്റുവേഷനെ കൊണ്ടിട്ടാലും ആ കുട്ടികൾ ജീവിക്കും, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കും. പക്ഷെ ഡിഫിക്കൽട്ട് ടെമ്പർമെന്റ് ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് വേറൊരു പുതിയ ഒരു എൻവയോൺമെന്റിൽ പോയി കഴിയുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. വേറൊരു ബെഡിൽ പോയി കിടന്ന കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ വേറൊരാളുടെ അടുത്ത് പോവത്തില്ല. എപ്പോഴും അച്ഛമ്മ അടുത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ. ഒരാളുടെ കളിക്കാനും പോകത്തില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളാണ് ഡിഫിക്കൽട്ട് ടെമ്പറമെന്റ് എന്ന് പറയുന്നത്. പിന്നെ സ്ലോ ടു വാം ടെമ്പറമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം കുട്ടികൾക്ക് ആ ഒരു എൻവയോൺമെന്റ് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ പിന്നെ അവിടെ കുറച്ചൊന്ന് ഇഴുകിച്ചേർന്ന് പോകുമ്പോൾ കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ട് കുട്ടി അവിടെ പിന്നെ സെറ്റായി തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ സ്ലോ ടു വാം അപ്പ് ടെമ്പറമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ടെമ്പറമെന്റ് ഈസ് ദ സെറ്റ് ഓഫ് ഇൻബോൺ ട്രേറ്റ്സ് ആൻഡ് ടെൻഡൻസീസ് ദാറ്റ് ഷേപ്പ് ഹൗ വി റെസ്പോണ്ട് ടു അവർ എൻവയോൺമെന്റ്. ഓക്കെ, ഇതിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എവറി വൺ ഈസ് ബോൺ വിത്ത് ആൻ എൻഡ്യൂറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഇറിറ്റബിലിറ്റി, അഡാപ്റ്റബിലിറ്റി ഡ്യൂ ടു ജനറ്റിക്സ് ആൻഡ് പ്രീനേറ്റൽ ഇൻഫ്ലുവൻസ് ഓൺ വിച്ച് പേഴ്സണാലിറ്റി ഈസ് ബിൽഡ്. ഓക്കെ, അപ്പൊ കുറച്ച് കുട്ടികൾക്ക് എന്താണ് ഭയങ്കര ഇറിറ്റബിലിറ്റി കൂടുതലായിരിക്കും, ചില കുട്ടികൾക്ക് അഡാപ്റ്റബിലിറ്റി കൂടുതലായിരിക്കും. ചിലപ്പോൾ അത് ജനറ്റിക്സിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, ചിലപ്പോൾ അവരുടെ അച്ഛനമ്മയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട്, അല്ലെങ്കിൽ പ്രീനേറ്റൽ മീൻസ് ജനിക്കുന്നതിന് മുമ്പ് അവരുടെ വയറ്റിലുള്ളപ്പോൾ കുട്ടിക്ക് കിട്ടിയ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് എന്ന് വെച്ച് ഇരിക്കും കുട്ടികളുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത്. അപ്പൊ കിട്ടുന്ന എന്താണ് ആ ഒരു ട്രീറ്റിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ടെമ്പറമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. അടുത്തത് പേഴ്സണാലിറ്റി ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ദ വേ വി പ്രസന്റ് അവർ ടു ദ വേൾഡ്. നമ്മൾ എങ്ങനെയാണോ നമ്മളെ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരോട് പ്രസന്റ് ചെയ്യുന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റി. അതിന് 4 അപ്രോച്ചസ് അല്ല, അതിനും കൂടുതൽ അപ്രോച്ചസ് ഉണ്ട്. പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് ഈ 4 അപ്രോച്ചസ് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 4 അപ്രോച്ചസ് മാത്രം എടുത്ത് പറയുന്നത്. ഫസ്റ്റ്, സൈക്കോ ഡൈനാമിക് അപ്രോച്ച് ഉണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മുടെ അൺകോൺഷ്യസ് മോട്ടീവ്സ്, അതുപോലെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇന്നർ കോൺഫ്ലിക്ട്സ് നമ്മുടെ ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാറണേ എന്നാണ് സൈക്കോ ഡൈനാമിക് അപ്രോച്ച് പറയുന്നത്. അത് പറഞ്ഞ സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. ഇവിടെ കീ കൺസെപ്റ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? സ്ട്രക്ചർ ഓഫ് മൈൻഡ് ഉണ്ട്, അതുപോലെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്, ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മളിത് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്ട്രക്ചർ ഓഫ് മൈൻഡ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാ കോൺഷ്യസ്, അൺകോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്. അതൊക്കെ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളത് ഒന്നും കൂടി നോക്കാം. അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്, അതായത് സ്ട്രക്ചർ ഓഫ് മൈൻഡ് ആണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവെയർ ആയിട്ടുള്ള കാര്യങ്ങൾ, സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവയർനെസ് ഇല്ല, പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വേഗം അത് എടുക്കാൻ പറ്റിയ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മളൊരു നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ നമ്പർ റീകോൾ ചെയ്തെടുക്കുക, അത് സബ് കോൺഷ്യസ് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ദ ഡീപ്പസ്റ്റ് ലെവൽ ഓഫ് ദ മൈൻഡ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ ആണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ളത്. എന്താണ് നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അന്ന് അനുഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ പിന്നെ പിന്നെ നമ്മൾ മറന്ന് നമ്മുടെ അൺകോൺഷ്യസിലോട്ട് തള്ളിവിട്ടിട്ടുണ്ടാവും. അതിനെയാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. പേഴ്സണാലിറ്റിക്ക് 3 എലമെന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഈഗോ, സൂപ്പർ ഈഗോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. പ്ലഷർ പ്രിൻസിപ്പിൾ ഏതാണ്? അത് അതുപോലെ തന്നെ മോറൽ പ്രിൻസിപ്പിൾ ഏതാണ്? അതുപോലെ റിയാലിറ്റി പ്രിൻസിപ്പിൾ ഏതാണ്? അതുപോലെ തന്നെ ഇതിനെയും സൂപ്പർ ഈഗോനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്? ആരാണ്? ഈഗോ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും കൂടി എടുത്ത് പഠിക്കുക. പ്ലഷർ പ്രിൻസിപ്പിൾ ഏതാണ്? മോറൽ പ്രിൻസിപ്പിൾ ഏതാണ്? അതുപോലെ ഈഗോ, റിയാലിറ്റി പ്രിൻസിപ്പിൾ വിളിക്കാൻ കാരണം എന്താണ്? ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടും കൂടി പോവാം. അടുത്തത് ഡിഫൻസ് മെക്കാനിസം ആണ്. ഡിഫൻസ് മെക്കാനിസം നമ്മൾ കുറേ കാര്യങ്ങൾ, ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് കണ്ടുപിടിക്കുന്ന കുറേ കാരണങ്ങളുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. റിപ്രഷൻ ഉണ്ട്, റിഗ്രഷൻ ഉണ്ട്, ഡിനയൽ ഉണ്ട്, റാഷണലൈസേഷൻ ഉണ്ട്, പ്രൊജക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളിത് ഒന്നും കൂടി പഠിക്കുക. ഇത് മിക്കതും ചോദിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഓരോ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഒന്ന് പറയാം. ഓക്കെ, അങ്ങനെ നിങ്ങളിത് ഒന്നും കൂടി എടുത്ത് പഠിക്കാം. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഈ ഡിനയൽ എന്ന് പറയുന്നതാണ് നമ്മൾ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരും മരിച്ചു എന്ന് വിചാരിക്കും. നമ്മൾ ആ ഒരു റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യാതെ നമ്മളിപ്പോഴും അയാളുണ്ട് എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഡിനയൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ, അതാണ് ഡിനയൽ. പിന്നെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഒരു തെറ്റിനെ വേറൊരാളിനെ പ്രൊജക്ട് ചെയ്ത് അവരെ ബ്ലെയിം ചെയ്യുന്നതാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ സപ്ലിമേഷൻ, ഇതൊക്കെയാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. സപ്ലിമേഷൻ എന്ന് പറയുമ്പോൾ കൺവേർട്ടിംഗ് ബിഹേവിയർ ഇൻ ടു ആൻ മോർ അക്സെപ്റ്റബിൾ ഫോം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് നടന്നു, ഇപ്പോൾ ഒരാളിനെ പോയിട്ട് അയാളെ ചീത്ത വിളിക്കുക, അതൊക്കെ ഒന്നും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോം അല്ല. പക്ഷെ നമ്മളൊരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കവിത എഴുതുക അല്ലെങ്കിൽ കഥ എഴുതുക, അപ്പൊ അതൊക്കെ എന്താണ്? കുറച്ചും കൂടി സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയറിനെ കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിട്ട് ഫോമിലോട്ട് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ജിമ്മിൽ പോവാം, അല്ലെങ്കിൽ നമ്മൾ മറ്റേ ബാഗ് ഉണ്ടല്ലോ അത് തൂക്കിയിട്ട് അടിക്കുക, നമ്മുടെ വിഷമം മാറണ വരെ. അത് വേറെ ആർക്കും ഉപദ്രവമൊന്നും ചെയ്യുന്നില്ല. അത് കുറച്ചും കൂടി സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. ഓക്കെ, മിക്കതൊന്നും ചോദിക്കാറുണ്ട്. പിന്നെ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പിന്നെ അങ്ങനെ സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആരുടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താ പറയണ്ടേ? സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ ഈ 4 കാര്യങ്ങളും സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെച്ചേക്കുന്നതാണ്. ഓക്കെ, അതിൽ ഓറൽ സ്റ്റേജ് ഉണ്ട്, ഏനൽ സ്റ്റേജ് ഉണ്ട്, ഫാലിക് സ്റ്റേജ് ഉണ്ട്, ലാറ്റൻസി സ്റ്റേജ് ഉണ്ട്. ഇതൊക്കെ ഇതേ ഓർഡറിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതേ ഓർഡറിൽ പറയാറുണ്ട്. പിന്നെ ഇതൊന്നും കൂടി നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഹു പ്രപ്പോസ് സൈക്കോ ഡൈനാമിക് അപ്രോച്ച്? ആരാണ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞതാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് സൈക്കോ ഡൈനാമിക് അപ്രോച്ച് പ്രപ്പോസ് ചെയ്തത്. അതുപോലെ ദ മെക്കാനിസം വിച്ച് പുഷസ് ദി എന്താണ് പെയിൻഫുൾ എക്സ്പീരിയൻസ് ഇൻ ടു അൺകോൺഷ്യസ് മൈൻഡ്. എന്താണത്? ആരെങ്കിലും പറയാൻ പറ്റും? ചാറ്റ് ബോക്സിലായാലും പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ഡിഫൻസ് മെക്കാനിസത്തിൽ അതിനകത്ത് കിടപ്പുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റും? റിപ്രഷൻ.
ഓക്കെ, കറക്റ്റ് ആണ്, റിപ്രഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ് ആൻസൈറ്റി, പ്രൊവോക്കിംഗ് തോട്ട്സ് ഓർ ബിഹേവിയേഴ്സ് ആർ ടോട്ടലി ഡിസ്മിസ്ഡ് ബൈ അൺകോൺഷ്യസ്. എന്താണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് പോകെ പോകെ അൺകോൺഷ്യസ് ഇട്ട് തള്ളി വിടുന്നതിനെയാണ് നമ്മൾ റിപ്രഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് റെഫേർഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പൊ എന്താണത് ആൻസർ? ഞാൻ അറിയാതെ ഇവിടെ ആൻസർ കൊടുത്തു പോയിട്ടുണ്ട്. നമ്മളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞു വെച്ചതാണ്. എന്താണ് ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റൻസി സ്റ്റേജ് ആൻഡ് ജെനിറ്റൽ സ്റ്റേജ്. ഇത് ഓരോന്ന് നിങ്ങൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആൻസർ കൊടുത്തു പോയില്ല, അല്ലെങ്കിൽ ചോദിക്കായിരുന്നു. Okay, Priya exhibit aggressive tendencies but often complains of other people acting in excessively aggressive way. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൊജക്ഷൻ ആണ്. നമ്മുടെ ഒരു തെറ്റ് മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവരെ പ്രൊജക്ട് ചെയ്ത് അവരെ ബ്ലെയിം ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ ഇതുപോലെ തന്നെ പല രീതിക്ക് ചോദിക്കാറുണ്ട്. എല്ലാ ഡിഫൻസ് മെക്കാനിസം വെച്ചിട്ട് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, പിന്നെ അടുത്താണ് സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇത് ഞാൻ കുറേ ഇത് ഏതൊക്കെയാണ് കോൺഫ്ലിക്ട്സ് അങ്ങനെ ചോദിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ അത് കുറച്ചും കൂടി പഠിക്കുക. ഇത് ആരാണ് പ്രൊപ്പോസ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആരായിരുന്നു അത്? എറിക് എറിക്സൺ ആണ് സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പ്രൊപ്പോസ് ചെയ്തത്. ഇവിടെ എന്താ, നമുക്ക് സൈക്കോളജിക്കൽ നീഡും അതുപോലെ സൊസൈറ്റൽ നീഡും തമ്മിലൊരു കോൺഫ്ലിക്ട്സ് ഉണ്ട്. ആ ഒരു കോൺഫ്ലിക്ട്സ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ഒരു കോൺഫ്ലിക്ട്സ് കറക്റ്റ് ആയിട്ട് നമ്മൾ മറികടന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോരോ വിർച്യൂസ് കിട്ടും. നമുക്ക് ഓരോരോ സമ്മാനം പോലെ ഓരോരോ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് സംഭവം ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പുറത്തു വന്നാൽ നമുക്ക് ഹോപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം കിട്ടും. അപ്പൊ അത് മാത്രം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്താണ്? അപ്പോ ആ ഒരു 0 to 1 ഇയേഴ്സ് വരെയുള്ള കുട്ടികളിൽ ഏറ്റവും അടുത്തിരിക്കുന്നത് അവരുടെ അമ്മയാണ്. അപ്പോൾ ആ അമ്മ എന്താണ്, കുട്ടി കരഞ്ഞു കഴിയുമ്പോൾ പാല് കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടി ഡിമാൻഡ് ചെയ്യുന്ന ടൈമൊക്കെ അമ്മ അവൈലബിൾ ആണെങ്കിൽ കുട്ടിക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഓക്കെ, പക്ഷെ അവിടെ കുട്ടി കരഞ്ഞിട്ടും അമ്മ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ കുട്ടിക്ക് അവിടെ എന്താണ്, ഒരു മിസ്ട്രസ്റ്റാ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് അവിടെ വളർന്നു വരുന്തോറും കുട്ടിക്ക് ഹോപ്പ് എന്ന് പറഞ്ഞ സംഭവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, കുട്ടിനെ രക്ഷിക്കാൻ ആരുമില്ല, ഞാൻ കരഞ്ഞു വിളിക്കുമ്പോൾ വരാൻ ആരുമില്ല എന്നുള്ള ഒരു ഹോപ്പ്ലെസ്നെസ് ആയിരിക്കും കുട്ടിക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഇതുപോലെ എന്താ 8 സ്റ്റേജസ് ഉണ്ട്. അപ്പൊ 8 സ്റ്റേജസും ജസ്റ്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, പിന്നെ അടുത്തത് ബിഹേവിയറൽ അപ്രോച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്റ്റിമുലസും അത് പഠിച്ചു വെച്ച റെസ്പോൺസും നമ്മൾ കാണിക്കുക. അതാണ് എന്താണ്, അപ്പൊ ആ ഒരു റെസ്പോൺസിനെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് പഠിച്ച് നമ്മൾ അത് രീതിക്കാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലേണിംഗ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, അതുപോലെ എന്താണ് ഓപ്പറൻ കണ്ടീഷനിങ് ഉണ്ട് ബിയോ സ്കിന്നറിന്റെ, അതുപോലെ ഒബ്സർവേഷൻ ലേണിംഗ് ഉണ്ട് ആൽബർട്ട് ബണ്ടൂരയുടെ. അപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ഒരു എക്സാമ്പിൾ പറയാവോ ആർക്കെങ്കിലും? നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ലേണിംഗ് ഫ്രം അസോസിയേഷൻ. ആർക്കെങ്കിലും പറയാവോ എക്സാമ്പിൾ? ആ ഡോഗ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്. ആ, കറക്റ്റ് ആണ്, ഗുഡ്. അതെ, എന്താണ്, ഒരു ബെല്ല് എന്താണ് സാധാരണയായിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ ഒരു എന്താണ് ഡോഗ് സലൈവേറ്റ് ചെയ്യും. പക്ഷെ ബെല്ലടിക്കുമ്പോൾ എന്താണ് ഡോഗ് സലൈവേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ എന്താണ്, ബെല്ലടിക്കുമ്പോൾ ആ ഡോഗിന് ഫുഡ് കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഡോഗ് പഠിച്ചു വെക്കുന്ന ആ ഒരു ബിഹേവിയർ എന്താണ്, ബെല്ലടിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഫുഡ് കിട്ടും എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി
സോറി, പട്ടി എന്താ പഠിച്ചു വെക്കുന്ന കാര്യം എന്താണ്? അപ്പൊ ബെല്ലിന്റെ റിങ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പട്ടി സലൈവേറ്റ് ചെയ്യുന്നു. അതാണ് എന്താ ലേണിംഗ് ഫ്രം അസോസിയേഷൻ. അപ്പോൾ ആ ഒരു ബെല്ലിനെ ഫുഡായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ആ ഡോഗ് പഠിച്ചത്. അതിനെയാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ഒരു എക്സാമ്പിൾ പറയാവോ? ഹലോ, ആർക്കെങ്കിലും പറയാവോ? ഓക്കെ, മറന്നുകൊണ്ടായിരിക്കും. അപ്പോൾ മറ്റേ ഓപ്പൺ കണ്ടീഷനിങ്ങിന്റെ എക്സാമ്പിൾ ആണ് ആ ഒരു രണ്ട് റാറ്റിനെ രണ്ട് കൂട്ടിലായിട്ടിട്ട് ഒരു ലിവർ വലിക്കുമ്പോൾ ഫുഡ് കിട്ടും, ഒരു ലിവർ വലിക്കുമ്പോൾ എന്താ ഷോക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഒരു ലിവർ വലിക്കുമ്പോൾ ഫുഡ് കിട്ടുന്ന ആ ഒരു റാറ്റ് പിന്നെയും പിന്നെയും ആ ഒരു ആക്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് ആ റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുക, ഫുഡ് പിന്നെയും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ബിഹേവിയർ എന്താണ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു കാര്യമാണ് ആ റാറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് അത് ആ ഒരു ലിവർ വലിക്കുമ്പോൾ ഷോക്ക് കിട്ടുന്ന ആ ഒരു റാറ്റ് ആണെങ്കിൽ അവിടെ എന്താണ് ആ ഒരു ബിഹേവിയർ ചെയ്യാതായി. അപ്പൊ പണിഷ്മെന്റ് പേടിച്ചിട്ട് ആ ഒരു റാറ്റ് ആ ഒരു ബിഹേവിയർ നിർത്തി. ഇവിടെ എന്താണ് റിവാർഡ് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ ഒരു ബിഹേവിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതാണ് എന്താ ലേണിംഗ് ഫ്രം കോൺസിക്വൻസ്. ഓക്കെ, ബി എഫ് പഠിച്ചതാണ്. ബി എഫ് സ്കിന്നറിന്റെ എന്താ ലേണിംഗ് പ്രിൻസിപ്പിൾ ആണ് ഓപ്പൺ കണ്ടീഷനിങ്. ഇത് ലേണിംഗ് ഫ്രം കോൺസിക്വൻസ്. ഇവിടുത്തെ റീഇൻഫോഴ്സ്മെന്റ് ആണ് എന്താ റിവാർഡും പണിഷ്മെന്റും. അതുപോലെ അടുത്താണ് ഒബ്സർവേഷൻ ലേണിംഗ്, ആൽബർട്ട് ബണ്ടൂരയുടെ. എന്താണ് സോഷ്യൽ ലേണിംഗും ആൽബർട്ട് ബണ്ടൂരയുടെയാണ്. എന്താണ് ലേണിംഗ് ഫ്രം ഒബ്സർവേഷൻ. ഒരു കുട്ടി തന്റെ ചുറ്റുപാടിൽ നിന്നും ആണ് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ബോബോഡോൾ എക്സ്പെരിമെന്റ്. ഒരു ബോബോഡോളിനെ കുറച്ച് കുട്ടികൾ ഒരു റൂമിൽ കയറ്റിയിട്ട് ആ ബോബോഡോളിനെ പണീഷ് ചെയ്യുന്ന കാണിക്കുന്നു. ഒരു റൂമിൽ ആ ബോബോഡോളിനെ എന്താണ് കുറെ എന്താണ് കുറെ റിവാർഡ് കൊടുക്കുക, അവരിരുത്തി പഠിപ്പിക്കുക. അതുപോലെ ഒരു നല്ല കാര്യങ്ങൾ വേറൊരു ബോബോഡോളിനെ കാണിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ എല്ലാ കുട്ടികളെയും ഒരു റൂമിലിട്ടു. അപ്പോൾ ഈ തല്ലുക, പിടിക്കുക, അങ്ങനെ വയലന്റ് ആയിട്ടുള്ള ഒരു ബോബോഡോൾ എക്സ്പെരിമെന്റ് നടന്ന ആ കുട്ടികൾ എന്താണ് സ്വാഭാവികമായിട്ടും പിന്നെയും ആ ഒരു വയലൻസ് ആയിരിക്കും പിന്നെയും പിന്നെയും എക്സിബിറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ അവിടെ പഠിപ്പിക്കുക അല്ലെങ്കിൽ നല്ല രീതിക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല പാട്ടൊക്കെ പാടി കൊടുക്കുന്ന ആ ഒരു ബോബോഡോളിന്റെ എക്സ്പെരിമെന്റ് നടന്ന ആ ഒരു സ്ഥലത്തെ കുട്ടികളാണെങ്കിൽ ആ ഒരു ബോബോഡോളിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് പാട്ട് പാടി കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പൊ എന്താണ് കുട്ടികൾ ഒരു ഒബ്സർവേഷനിൽ നിന്നും പഠിക്കേണ്ടെന്നാണ് ഇവിടെ ആൽബർട്ട് ബണ്ടൂർ ഒബ്സർവേഷൻ ലേണിങ്ങിലൂടെ പഠിക്കുന്നത്, പറഞ്ഞു തരുന്നത്. സോറി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഒരു മാത്സ് ഫോളോയിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറെ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഇതൊന്ന് മാത്സ് ഫോളോയിങ് ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്തത് സ്റ്റേജസ് ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ്. ഇത് ആ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് 4 എലമെന്റ്സ് ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ്? എന്തൊക്കെയാണ്? ഫസ്റ്റ് അത് അറ്റൻഷൻ കൊടുക്കുക, പിന്നെ എന്താണ് റിറ്റൻഷൻ, പിന്നെ ആ ഒരു അറ്റൻഷൻ കൊടുത്ത കാര്യങ്ങൾ നമ്മൾ റിമെമ്പർ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അങ്ങനെ റിമെമ്പർ ചെയ്തെടുത്താൽ മാത്രം പോരല്ലോ, നമുക്ക് അവിടെ എന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബിഹേവിയർ എന്താണ് പിന്നെയും പിന്നെയും കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ഡിസയർ വേണം, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം വേണം, അതൊന്ന് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി, എന്നാലേ അവിടെ നമ്മൾ മാം, എക്സിബിറ്റ് ചെയ്യത്തുള്ളൂ. എന്താ? ആ ഓർഡർ കറക്റ്റ് ആണോ? മോട്ടിവേഷൻ ലാസ്റ്റ് അല്ലേ വരുന്നത്? ഓ സോറി, അല്ലല്ല, മോട്ടിവേഷൻ കഴിഞ്ഞിട്ടാണ് റീപ്രൊഡക്ഷൻ. ക്ലാസ്സിലൊക്കെ തിരിച്ചായിരുന്നു പറഞ്ഞത്. അറ്റൻഷൻ, റിറ്റൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. ഓ സോറി കേട്ടോ, അതിന്റെ മിസ്റ്റേക്ക് ആട്ടോ. താങ്ക് യു അത് പറഞ്ഞു തന്നതിന്. ഞാൻ ചെയ്തപ്പോ തെറ്റിപ്പോയതാണ്, സോറി കേട്ടോ. ഓക്കെ, സോറി കേട്ടോ, അത് എന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ അതങ്ങനെ പഠിച്ചു വെച്ചോട്ടോ. അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. സോറി.
ഓക്കെ, ഫസ്റ്റ് നമ്മൾ അതിന് എന്താണ് നമ്മളൊരു അതിന് അറ്റൻഷൻ കൊടുക്കണം പഠിക്കുന്ന കാര്യങ്ങളിൽ, പിന്നെ അത് റിമെമ്പർ ചെയ്തെടുക്കണം, പിന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, റീപ്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ ആ ഒരു ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യണം. നമ്മളത് എന്താണ് ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. സോറി കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്തതിലോട്ട് പോവാം. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കാം കേട്ടോ. എന്റെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇതാണ് ഒരു മാത്സ് ഓഫ് ഫോളോയിങ്. ഇവിടെ ആൽബർട്ട് ബണ്ടൂര, എറിക് എറിക്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, ഇവാൻ പൗലോ, ഇതൊക്കെ കണ്ടോ ജസ്റ്റ് ഇങ്ങനെ മാത്സ് ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അടുത്തതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഓക്കെ, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് ആണ് കുറച്ചും കൂടി നമ്മൾ ഇവിടെ എംഫസിസ് ചെയ്യേണ്ടത്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനനുസരിച്ചാണ് നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ കാര്യങ്ങളും ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഹൈറാർക്കി ഓഫ് നീഡ്സ്, അബ്രഹാം മാസ്ലോവിന്റെ. അതും നിങ്ങൾ കുറച്ച് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. എന്തൊക്കെയാണ് ഏതൊക്കെ നീഡ്സ് ആണ് ഫസ്റ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. ഫസ്റ്റ് നമുക്ക് ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്, നമ്മുടെ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ഇതൊക്കെ. പിന്നെ എന്താണ് സേഫ്റ്റി നീഡ്സ്, ഹെൽത്ത്, എംപ്ലോയ്മെന്റ്, ഇതൊക്കെയാണ് നമ്മുടെ സേഫ്റ്റി നീഡ്സ്. നമ്മൾ കുറച്ചും കൂടി സെക്യൂർ ആവണമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും സെക്യൂർ ആയി കഴിഞ്ഞ ശേഷമാണ് നമുക്കൊരു ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ ലവ് അതൊക്കെ ഒരു നീഡായിട്ട് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് തോന്നും, നമ്മുടെ ഫാമിലി വേണമെന്ന് തോന്നും, ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള പാർട്ട്ണർ വേണമെന്ന് തോന്നും. അതൊക്കെയാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡിൽ വരുന്നത്. പിന്നെ ഇത്രയും ആയി കഴിയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മൾക്ക് ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സംഭവത്തിലോട്ട് മാറുന്നത് സെൽഫ് എസ്റ്റീം എന്നുള്ള ആ ഒരു നീഡിലോട്ട് നമ്മൾ എത്തുമ്പോഴാണ്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇതായിരുന്നു ആദ്യത്തെ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ്. പക്ഷെ പിന്നെ മാസ്ലോ എന്താണ് ഒരു 3 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? എസ്തെറ്റിക് നീഡ്, എന്താണ് എസ്തെറ്റിക് നീഡ്സ് ഉണ്ട്, അതുപോലെ എന്താ കോഗ്നിറ്റീവ് നീഡ് ഉണ്ട്, അതുപോലെ ട്രാൻസഡൻസ് എന്ന് പറഞ്ഞാൽ ആ 3 നീഡ്സും കൂടി ആഡ് ചെയ്തു. എന്താ കോഗ്നിറ്റീവ് നീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ നോളേജസ് അക്വയർ ചെയ്യാനുള്ള ഒരു നീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും അക്വയർ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു നീഡാണ് കോഗ്നിറ്റീവ് നീഡ് എന്ന് പറയുന്നത്. അടുത്തൊരു നീഡാണ് എസ്തെറ്റിക് നീഡ്. എസ്തെറ്റിക് നീഡ് എന്ന് പറയുമ്പോൾ എസ്തെറ്റിക് നീഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കണം. ഇപ്പോൾ നിങ്ങൾ കുറേ യൂട്യൂബ് ചാനലിലൊക്കെ കാണുമ്പോൾ അറിയത്തില്ലേ, നിങ്ങൾ തനി മലയാളി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ കാണാറുണ്ടോ? ആ യൂട്യൂബ് ചാനൽ അവർ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു എസ്തെറ്റിക് ഒരു പ്ലേസിലാണ് അവർ ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് അവർ ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണ്, അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു ഓർഡർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, എല്ലാം പക്കയായിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഇതുണ്ട്. അതാണ് എസ്തെറ്റിക് നീഡ്. എല്ലാം കറക്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീടെല്ലാം ഭയങ്കര വൃത്തി അല്ലെങ്കിൽ ടൈഡി ആയിട്ട് വെക്കാനുള്ള ഒരു നീഡ്. അതാണ് എസ്തെറ്റിക് നീഡ്. അടുത്താണ് ട്രാൻസ്ഫറൻസ്. ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ കഴിഞ്ഞു, ആ ആള് ഫുൾ പൊട്ടൻഷ്യൽ, അവരുടെ ഫുൾ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തി. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, വേറെ ആൾക്കാരിലോട്ട് ഇതെല്ലാം പകർന്നു കൊടുക്കണം എന്ന് തോന്നുന്ന ഒരു നീഡ് ഉണ്ടല്ലോ, അതാണ് ട്രാൻസ്ഫറൻസ്. അപ്പൊ ഇതൊക്കെയാണ് ബാക്കി വന്ന നീഡ്സ്, ബാക്കിയുള്ള നീഡ്സ്. ഓക്കെ, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അടുത്താണ് സെൽഫ് തിയറി, കാൾ റോജറിന്റെ. അപ്പോൾ കാൾ റോജറിന്റെ സെൽഫ് തിയറിയിൽ 2 കാര്യങ്ങൾ നമ്മൾ പറയണം. റിയൽ സെൽഫ് ഉണ്ട്, ഐഡിയൽ സെൽഫ് ഉണ്ട്. റിയൽ സെൽഫ് നമ്മുടെ ഇപ്പോഴത്തെ സെൽഫ്. ഐഡിയൽ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭാവിയിൽ എത്തിച്ചേരണം എന്ന് വിചാരിക്കുന്ന നമ്മുടെ സെൽഫ്, അതാണ് ഐഡിയൽ സെൽഫ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ എന്താണ് ഭയങ്കര കോൺഫിഡൻറ്റും, അതുപോലെ തന്നെ നമ്മൾ ഒരു ഫുള്ളി ഫങ്ഷൻഡ് ആയിട്ടുള്ള ഒരാളായി എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും 2 ധ്രുവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതൊട്ടും കോൺഗ്രുവൻസ് ഇല്ല, എങ്കിൽ മീൻസ് അതൊട്ടും മാച്ച് ആവാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഒക്കെ ഇടിയുക ഒക്കെ വരുന്നത്. അപ്പോൾ അതാണ് കാൾ റോജറിന്റെ സെൽഫ് തിയറി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാത്തിനും ആൻസർ കൊടുത്തല്ലോ. ഓക്കെ,
ജോബ് സെക്യൂരിറ്റി ഫോൾസ് അണ്ടർ വിച്ച് നീഡ്? ജസ്റ്റ് പറഞ്ഞേക്കും. നമ്മള് സെക്യൂരിറ്റി പറഞ്ഞിട്ടുണ്ട്, ഇതാണ് സേഫ്റ്റി നീഡിലാണ് നമ്മൾ ജോബ് സെക്യൂരിറ്റി ഒക്കെ പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. ഫാത്തിമ പറഞ്ഞത് കറക്റ്റ് ആണ്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ഡിസ്ക്രൈബ് ബൈ അബ്രഹാം മാസ്ലോ? നമ്മളിപ്പോ പറഞ്ഞു നിർത്തുള്ളൂ. എന്താണ് സേഫ്റ്റി നീഡ്സ് അതിലുണ്ട്, എസ്റ്റീം നീഡ് ഉണ്ട്, കോഗ്നിറ്റീവ് നീഡ് ഉണ്ട്, നോർമാറ്റീവ് നീഡ് മാത്രം നമ്മളവിടെ പറഞ്ഞു വെച്ചിട്ടില്ല. അപ്പൊ എന്താണ്? ഓക്കെ, കറക്റ്റ് ആട്ടോ. അതെ, നോർമാറ്റീവ് നീഡ് അവിടെ പറഞ്ഞു വെച്ചിട്ടില്ല. അപ്പോൾ നോർമാറ്റീവ് നീഡാണ് ഹൈറാർക്കി ഓഫ് നീഡിൽ ഇല്ലാത്തത്. അടുത്തത്, റിയൽ സെൽഫ് is one actual perception of characteristics, traits and abilities that forms the basics of the striving of self-actualization. പിന്നെ ഐഡിയൽ സെൽഫ് ഈസ് എ പെർസെപ്ഷൻ ഓഫ് വാട്ട് മീൻസ്, അതും നിങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്ക് വായിച്ചിട്ട്. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. എന്താണ് റിയൽ സെൽഫ്? നമ്മുടെ ഇപ്പോഴത്തെ ആക്ച്വൽ പെർസെപ്ഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്, ട്രേറ്റ്സ് ആൻഡ് എബിലിറ്റീസ്. നമ്മൾ എന്താണ് ഇറ്റ്സ് സ്ട്രൈവിംഗ് ഫോർ എ സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മൾ സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി? സെൽഫ് ആക്ച്വലൈസേഷന് വേണ്ടി. പിന്നെ അടുത്ത് എന്താണ് ഐഡിയൽ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എത്താൻ ആഗ്രഹമുള്ള നമ്മുടെ സെൽഫിനെയാണ് നമ്മൾ ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്, റിയൽ സെൽഫ് ആൻഡ് ഐഡിയൽ സെൽഫ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. അപ്പൊ പീപ്പിൾ ഫീൽ കോമ്പിറ്റന്റ് ആൻഡ് കാപ്പബിൾ. ഓക്കെ, നമ്മൾ എന്താണ് നമ്മുടെ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും അത്രയും ക്ലോസ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കാപ്പബിൾ ആയിട്ട് തോന്നും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കോമ്പിറ്റന്റ് ആണ്, നമ്മൾ അടിപൊളിയാണെന്നൊക്കെ നമുക്ക് തന്നെ തോന്നും. പക്ഷെ അവിടെ മിസ് മാച്ച്, നമ്മൾ രണ്ട് ധ്രുവങ്ങളിൽ അല്ലെങ്കിൽ ഒട്ടും മാച്ച് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ ടെൻഷൻ ആവും, ഞാൻ അതിലെത്തോ ഇല്ലേ എന്നൊക്കെ. ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ന്യൂറോട്ടിക് ബിഹേവിയർ ഒക്കെ വരുന്നത് എന്താ നമ്മുടെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും രണ്ട് രീതിക്ക് പോകുമ്പോഴാണ്. ഓക്കെ, അതും ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ട്രേറ്റ് അപ്രോച്ച് നമ്മൾ പറയുന്നത് എന്താണ്? നമുക്ക് ട്രേറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങൾ, നമുക്കൊരു സ്വഭാവ സവിശേഷത ഉണ്ടല്ലേ, നമ്മൾ ഒരു ആളിനെ ക്ലോസ് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഒരു കുറേ സ്വഭാവ സവിശേഷത കാണാൻ പറ്റും. അങ്ങനെ ഏഹ് അവരുടെ കുറെ ട്രേറ്റ്സ് നമ്മൾ ഇങ്ങനെ എടുത്തെടുത്ത് പഠിച്ചു കഴിയുമ്പോൾ അവരുടെ ഒരു പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ് ട്രേറ്റ് അപ്രോച്ച് ഇൻ സൈക്കോളജി ഇസ് എ perspective used to understand and describe personality by focusing on consistent characteristics. അല്ലെങ്കിൽ അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും അവർ എക്സിബിറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ട്രേറ്റ് അപ്രോച്ചിൽ പറയുന്നത്. ഓക്കെ, ഇത് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ അവരെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, എപ്പോഴും എന്താണ് അവര് സോഷ്യൽ ഗാദറിങ്സ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ എല്ലാവരുടെയും അടുത്ത് നിൽക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും. പിന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ചില ആൾക്കാർക്ക് എപ്പോഴും ഓവർ തിങ്ക് ചെയ്തിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടെ ക്ലോസ് വാച്ച് ചെയ്യുന്നത് കഴിഞ്ഞാൽ അവരെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതാണ് ട്രേറ്റ് അപ്രോച്ച് പറയുന്നത്. അവരുടെ ട്രേറ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാവും എന്നാണ് ട്രേറ്റ് അപ്രോച്ച് പറയുന്നത്. അപ്പൊ ഇത് എന്താണ് ആൽപോർട്ട് ട്രേറ്റ് തിയറി ഉണ്ട്. ആൽപോർട്ട് ട്രേറ്റ് തിയറിയിൽ 3 ട്രേറ്റ്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യനിന്. അപ്പോൾ കാർഡിനൽ ട്രേറ്റ് ഉണ്ട്, സെൻട്രൽ ട്രേറ്റ് ഉണ്ട്, സെക്കൻഡറി ട്രേറ്റ് ഉണ്ട്. ഓക്കെ, കാർഡിനൽ ട്രേറ്റ്സ് എന്താണ്? നമുക്ക് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് കാർഡിനൽ ട്രേറ്റ്. ഫോർ എക്സാമ്പിൾ, മദർ തെരേസയുടെ എന്താണ് പീസ് അല്ലെങ്കിൽ സമാധാനം, അതാണ് അവരുടെ കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് സെൻട്രൽ ട്രേറ്റ്സ്. നമ്മൾ ഒരാളിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യത്തില്ലേ? അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്തില്ലേ, നല്ല സത്യസന്ധന, നല്ല ആളാണ്, നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് എന്നൊക്കെ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യത്തില്ലേ? അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രേറ്റ്സ് ആണ് സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ട്രേറ്റ് ആയിരിക്കില്ല, പക്ഷെ ഇടക്കിടക്ക് വരും. ഫോർ എക്സാമ്പിൾ, ഒരാൾക്കാർ എന്താണ് ഭയങ്കര ഭയങ്കര ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കാം. പക്ഷെ അവരെപ്പോഴും അങ്ങനെയായിരിക്കും. പക്ഷെ ചില സമയത്ത് ഈ ക്യൂ ഒക്കെ നിൽക്കുമ്പോൾ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും നിർത്തിയിട്ട് പോകണം, ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ വരും. അപ്പോൾ എന്താണ് ചില സമയങ്ങളിൽ മറ്റേ സിറ്റുവേഷനനുസരിച്ച് മാത്രമേ അത് ആ ട്രേറ്റ് വരത്തുള്ളൂ. അങ്ങനെ കാണുന്ന ട്രേറ്റ്സിനെയാണ് നമ്മൾ സെക്കൻഡറി ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, പിന്നെ ഏസനിക് 3 dimension ഓഫ്
പേഴ്സണാലിറ്റി. ഇത് കുറേ ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഈ ഈ ജസ്റ്റ് ഈ 3 ഡയമെൻഷൻ ഓഫ് പേഴ്സണാലിറ്റി അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇത് രണ്ടും ഡയമെൻഷനാ പറയുന്നത്. എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്, അതുപോലെ ന്യൂറോട്ടിസിസം, അതുപോലെ സ്റ്റെബിലിറ്റി. ന്യൂറോട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റെബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സൈക്കോട്ടിസിസം. അപ്പൊ ഹൈറ്റ് സൈക്കോട്ടിസം ഉള്ള ആൾക്കാർ എന്താണ്? ഭയങ്കര ടഫ് മൈൻഡ് ആയിരിക്കും, ആന്റി സോഷ്യൽ ആയിരിക്കും, ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അടുത്തത് ലോ സൈക്കോട്ടിസം ഉള്ള ആൾക്കാർ ഭയങ്കര എമ്പത്തറ്റിക് ആയിരിക്കും, കോപ്പറേറ്റീവ്. നമ്മൾ രണ്ട് എക്സ്റ്റെൻഡിലുള്ള പേഴ്സണാലിറ്റിനെ പറയുന്നതാണ് ഈ 3 ഡയമെൻഷൻ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡിൽ പോവുകയാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് 5 ഫാക്ടർ മോഡൽ പേഴ്സണാലിറ്റി. ഈ ഓഷ്യൻ മോഡൽ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എല്ലാം ചോദിക്കാറുണ്ട്. ഈ O സ്റ്റാൻഡ്സ് ഫോർ വാട്ട്, അല്ലെങ്കിൽ E സ്റ്റാൻഡ്സ് ഫോർ വാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഫസ്റ്റ് ഓപ്പൺനെസ്. ഓപ്പൺനെസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഓപ്പൺനെസ് കൂടിയവരെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി എന്താണ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഓപ്പൺനെസ് കൂടിയുള്ള ആൾക്കാർ. പക്ഷെ ഇത് കുറവുള്ള ആൾക്കാർ ഭയങ്കര ഡൗൺ ടു എർത്ത്, എന്തോന്നാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഓപ്പൺനെസ് കുറഞ്ഞ ആൾക്കാർ. പിന്നെ അടുത്തത് കോൺഷ്യൻഷ്യസ്നെസ്. അത് കൂടിയ ആൾക്കാരെന്താണ്? ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും, പഞ്ചറായിരിക്കും, ഭയങ്കര പക്കായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇത് ഹൈ സ്കോർ കിട്ടുന്ന ആൾക്കാർ. പക്ഷെ ഇതിന് ലോ ആണെങ്കിലോ ഭയങ്കര ലേസി ആയിരിക്കും, ഡിസോർഗനൈസ്ഡ് ആയിരിക്കും, അങ്ങനെയുള്ള ആൾക്കാർ. ഓക്കെ, എക്സ്ട്രോവേർഷൻ ഉണ്ട്. അവരെന്താ ഭയങ്കര ഇപ്പൊ എക്സ്ട്രോവേർഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. അതല്ലാത്തവരെന്തായിരിക്കും? ഭയങ്കര പാസീവ്, ക്വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ എഗ്രിയബിൾനെസ്. അവര് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള എമ്പതി ഉള്ള ഭയങ്കര ഗുഡ് നേച്ചർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഈ എഗ്രിയബിൾനെസ് കൂടുതലുള്ള ആൾക്കാർ. അത് കുറഞ്ഞ ആൾക്കാർ എന്താ? ഭയങ്കര റഫ് ആയിരിക്കും. അടുത്തത് ന്യൂറോട്ടിസിസം. അതെന്താ? അത് കൂടുതലുള്ള ആൾക്കാർ ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആയിരിക്കും, ഭയങ്കര വറി അല്ലെങ്കിൽ എപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. മറ്റവരെന്താണ്? ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ഭയങ്കര കാം ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണെങ്കിൽ ബിഗ് 5 തിയറി ഓഫ് പേഴ്സണാലിറ്റി. ഈ സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? നമ്മളിപ്പോ പറഞ്ഞു തരുന്നുള്ളൂ, എക്സ്ട്രോവേർഷൻ. ഓക്കെ, അടുത്തത് ഗോർഡൻ ആൽപോർട്സ് ഇൻ ഹിസ് ട്രേഡ് തിയറി ഹാസ് കാറ്റഗറൈസ്ഡ് ട്രേഡ്സ് ഇൻ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ്. എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇപ്പൊ പറഞ്ഞു തന്നുള്ളൂ? കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ആറ്റിറ്റ്യൂഡ്. ഹൗ വി ഫീൽ ഓർ തിങ്ക് അബൌട്ട് സംതിങ്, അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. എന്താണ്? ക്രെഡിബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിക്കേറ്റർ, അതൊരു മെയിൻ കാര്യമാണ്. കോണ്ടന്റ് ഓഫ് ദ മെസ്സേജ്. ഓക്കെ, എന്തെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ശരിക്കും കേൾക്കത്തില്ല, അല്ലെ? നമുക്ക് ആ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു മെസ്സേജ് എടുക്കത്തുള്ളൂ. അടുത്തത് സെലക്റ്റീവ് അറ്റൻഷൻ ഓഫ് റിസീവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു വരുമ്പോഴായിരിക്കും നമ്മൾ കൂടുതലും അവിടെ അറ്റൻറ്റീവായിട്ട് നിൽക്കുന്നത്, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിൽ വരുന്നത് ഫാക്ടേഴ്സ്. അടുത്തത് എന്താണ്? ഇമോഷൻസ്. ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു എന്താ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഒരു ഹാപ്പിനെസ്, അങ്ങനെയുള്ള ഒരു കാര്യത്തിനോട് അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു നാച്ചുറൽ റിയാക്ഷൻ ഓഫ് ദ ബോഡിയാണ് നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എവിടെയോ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇമോഷൻസ് ആർ റിലേറ്റഡ് ടു സബ്ജക്റ്റീവ് ഫീലിംഗ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ലേണിംഗ്. ഓക്കെ, ഇമോഷൻസ് എല്ലാവർക്കും സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഫീലിങ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഒരേ രീതിക്ക് തന്നെ അത് വരണമെന്നില്ല. ഓക്കെ, ഒരാൾക്ക് കളിയായിട്ടുള്ള കാര്യം ഒരാൾക്ക് ഭയങ്കര സീരിയസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ഇമോഷൻസ് ഇൻഫ്ലുവൻസ് അവർ പെർസെപ്ഷൻസ്. അതെ, തിങ്കിങ് അതുപോലെ തന്നെ ബിഹേവിയർ, ഇതെല്ലാം ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് കാത്താസിസ്. ദ റിഡക്ഷൻ ഓഫ് ടെൻഷൻ ബൈ ടെല്ലിംഗ് വൺ പ്രോബ്ലം ടു സംവൺ എൽസ്. നമ്മൾ ഒരാളോട് നമ്മുടെ പ്രോബ്ലംസ് എല്ലാം തുറന്നു പറയുമ്പോൾ നമുക്കൊരു റിലീഫ് കിട്ടും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കാത്താസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോളേജ് കിട്ടാനോ സ്കിൽസ് അഡാപ്റ്റ് ചെയ്യാനോ അതിനൊക്കെ ഒരു എബിലിറ്റി വേണം, അതിനെയാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഐക്യുവിന്റെ ഈ ഫോർമുല, ഈ ഐക്യു ഈക്വൽ ടു മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. അപ്പോൾ മെന്റൽ ഏജ് നമുക്ക് ബുദ്ധിപരമായിട്ട് ഒരു ഏജ് ഉണ്ട്, ആ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് നമ്മുടെ ആക്ച്വൽ ഏജ് ഇൻറ്റു 100 ആണ് നമ്മുടെ ഐക്യു എന്ന് പറയുന്നത്. ഐക്യു എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു റീസണിങ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്കിയുള്ളവരിനേക്കാളും എത്ര കഴിവ് കൂടുതലാണ്, അതാണ് നമ്മുടെ IQ എന്ന് പറയുന്നത്. ഓക്കെ, അതും നിങ്ങളൊന്ന് എടുത്ത് പഠിക്കുക. അടുത്തത് ട്രയാർക്കിക് തിയറി, റോബർട്ട് ജെ സ്റ്റാൻബർഗ്. ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ഒരു 3 കാര്യങ്ങൾ? ദേ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദ കമ്പോണൻസ് ഓഫ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് ഗിവൺ ബൈ റോബർട്ട് ജെ സ്റ്റാൻബർഗ്. ഇത് ഒന്ന് ആൻസർ പറഞ്ഞ ആരെങ്കിലും? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആർക്കെങ്കിലും അറിയോ? അല്ല, അത് തെറ്റിപ്പോയി. വേറെ ആർക്കെങ്കിലും അറിയോ? ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ. ഓക്കേ, അതും തെറ്റാണ് ട്ടോ. പറയട്ടെ. ഓക്കെ, ഇതാണ് ആ 3 കാര്യങ്ങൾ. എന്താണ്? അനലിറ്റിക്കൽ ഇന്റലിജൻസ് അഥവാ കോമ്പോണൻഷ്യൽ സബ് തിയറി. നെക്സ്റ്റ് ക്രിയേറ്റീവ് ഇന്റലിജൻസ് അഥവാ എക്സ്പീരിയൻഷ്യൽ സബ് തിയറി. പിന്നെ 3 പ്രാക്ടിക്കൽ ഇന്റലിജൻസ് അഥവാ കോണ്ടെക്സ്റ്റുവൽ സബ് തിയറി. ഇതാണ് ആ 3 കാര്യങ്ങൾ. ഞാൻ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളാണ് അവിടെ വരേണ്ടത്. നമ്മുടെ അനലിറ്റിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ കമ്പോണൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അക്കാഡമിക്കില് എന്താണ് ഒന്ന് തിളങ്ങിക്കാനൊക്കെ നമുക്ക് ഉള്ള ഒരു എബിലിറ്റി ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കമ്പോണൻഷ്യൽ സബ് തിയറി എന്ന് പറയുന്നത്. അടുത്തെന്താണ്? ക്രിയേറ്റീവ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ സബ് തിയറി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലത്തിന് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുക. എല്ലാവരും ചെയ്യണ പോലെ അല്ലാതെ നമ്മൾ യുണീക്ക് ആയിട്ട് ഒരു ഐഡിയ സജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ളൊരു കപ്പാസിറ്റിയാണ് നമ്മൾ എക്സ്പീരിയൻഷ്യൽ സബ് തിയറി എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ് അഥവാ കോണ്ടെക്സ്റ്റുവൽ സബ് തിയറി. അതെന്നാ സ്കിൽ ടു അപ്ലൈ നോളജ് എഫക്റ്റീവ്ലി ഇൻ റിയൽ വേൾഡ് സിറ്റുവേഷൻ എവരിബഡീസ് പ്രോബ്ലം സോൾവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചും കൂടി സ്കില്ല് കൂടുതലായിരിക്കും. ഒരു പ്രോബ്ലംസ് ഭയങ്കര എഫക്റ്റീവ്ലി അവര് എന്താണ് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് എവിടെ പോയാലും ഭയങ്കര സപ്പോർട്ട് കിട്ടുന്ന ആൾക്കാരാ. പോയിട്ട് പെട്ടെന്ന് എല്ലാവരും മിങ്കിൾ ചെയ്യുക, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പെട്ടെന്ന് ആ റിയൽ ലൈഫ് സിറ്റുവേഷനോട് അതിന്റെ നോളജ് അപ്ലൈ ചെയ്തിട്ട് അവിടെ പിടിച്ച് നിൽക്കുന്ന ഏഹ്, ആ ഒരു ഇന്റലിജൻസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റുവൽ സബ് തിയറി എന്ന് പറയുന്നത്. ഇനി അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ, കറക്റ്റ് ആണ്. ഗുഡ്. അടുത്തതാണ് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മെന്റൽ പ്രോസസ് ഓഫ് എൻകോഡിംഗ്, സ്റ്റോറിംഗ് ആൻഡ് റിട്രീവിംഗ് ഇൻഫോർമേഷൻസ്. അപ്പൊ ഇതാണ് നമ്മൾ മെമ്മറി. ഈ സ്റ്റേജസ് ഓഫ് മെമ്മറി പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു സ്റ്റേജസ് ഓഫ് മെമ്മറി പ്രോസസ്സിംഗ്? ഫസ്റ്റ് എന്താണ്? ഒരു ഇൻഫോർമേഷൻ നമുക്ക് റിസീവ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ ഇൻഫോർമേഷൻസ് കൺവേർട്ട് ചെയ്യുന്നു. എന്താണ്? നമുക്ക് ബ്രെയിൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിക്ചർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അന്ന് കേട്ട ഒരു വേർഡ് ആയിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യുന്നു ബ്രെയിനിലോട്ട്. പിന്നെ എന്താണ്? അത് നമ്മൾ റിഹേഴ്സ് ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും റിഹേഴ്സ് ചെയ്താണല്ലോ മെമ്മറിയിൽ ഓർമ്മ വരുള്ളൂ. നമ്മളിപ്പോൾ മറന്നു പോകുമ്പോൾ പിന്നെ റിഹേഴ്സ് ചെയ്യുന്നു. പിന്നെന്താണ്? ആ ഒരു ഇൻഫോർമേഷൻസിനെ ആ സ്റ്റോറേജിലോട്ട് വെക്കുന്നു. നമ്മൾ റിഹേഴ്സ് ചെയ്യുന്നതോറും അത് നമ്മുടെ സ്റ്റോറേജിലോട്ട് കയറുമല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ അതെന്താണ്? അത് ആവശ്യമുള്ള സമയത്ത് റിട്രീവ് ചെയ്തെടുക്കുന്നു. അതാണ് സ്റ്റേജസ് ഓഫ് മെമ്മറി പ്രോസസ്സിംഗ്. ഓക്കെ, നെക്സ്റ്റ് ബിലീവ്സ് ഉണ്ട്, ബിലീവ് സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങളുടെ സിലബസ് ഇത് കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ ഇപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടില്ല. അടുത്ത ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ത്രൂ ഔട്ട് എ പേഴ്സൺസ് ലൈഫ്. നമ്മുടെ ജനനം മുതൽ മരണം വരെ നമുക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത്, അതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ ആവാം, മോറൽ ആവാം, കൊഗ്നിറ്റീവ് ആവാം. ഓക്കെ, നമ്മുടെ സമയം കുറച്ച് കഴിഞ്ഞു പോകുന്നു. ഓക്കെ, അടുത്തത് ഇവിടെ എലിസബത്ത് ബി ഹാർലോക്ക് ചൈൽഡ് ഡെവലപ്മെന്റ്. ഇത് ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ഞാൻ കണ്ടാക്കുന്നത്. ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ അതൊന്നും കൂടി പഠിച്ചു വെക്കാം. ഓക്കെ, ഇവിടെ 8 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട് ചൈൽഡ് ഡെവലപ്മെന്റിൽ. ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഓക്കെ, അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇവിടെ എലിസബത്ത് ബി ഹാർലോക്ക് എന്ന് പറഞ്ഞ ആ ഒരു പേര് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കാം. അടുത്തത് ലോറൻസ് ഗോൾബർഗിന്റെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. മോറൽ ഡെവലപ്മെന്റ് എന്താണ്? ഒരാൾക്ക് എന്താണ് തെറ്റ്, എന്താ ശരിയെന്ന് മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ ഒരു കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ നമുക്കത് അറിയത്തില്ല, പക്ഷെ അത് ഓരോരോ സ്റ്റേജസിൽ കൂടിയാണ് നമ്മൾ ഇത് തെറ്റാണ്, ശരിയാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ശരികളുണ്ട്, തെറ്റുകളുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കണേന് ഒരു ഒരു പ്രോസസ്സ് ഉണ്ട്. അതാണ് നമ്മളിവിടെ നമ്മുടെ മോറൽ ഡെവലപ്മെന്റിൽ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ എന്താണ്? നമുക്ക് 3 ലെവൽസ് ഉണ്ട്, അതുപോലെ 6 സ്റ്റേജസ് ഉണ്ട്. ഇവിടെ പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ഉണ്ട്,
ഇതും ഇങ്ങനെ എടുത്ത് ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. ഇതും മറ്റെന്താണ് മോറൽ ഡെവലപ്മെന്റ്, തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ആരാണ്? ലോറൻസ് കോൾബർഗ്. ഇതാണ് ഞാൻ കണ്ടേക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കണ്ടേക്കണം. പക്ഷെ ചിലപ്പോൾ എങ്ങാനും നിങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ പ്രീ കൺവെൻഷനിൽ വരുന്ന സ്റ്റേജസിന് എന്തൊക്കെയാണെന്നോ കൺവെൻഷണൽ സ്റ്റേജിൽ വരുന്ന എന്തൊക്കെയാണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, നിങ്ങളപ്പോൾ അതും ഒന്നും കൂടി പഠിക്കാം. പിന്നെ അടുത്തെന്താണ്? കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബുദ്ധിപരമായിട്ടുള്ള വളർച്ച. ഇത് ഓരോ സ്റ്റേജസിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതും നിങ്ങളൊന്നും കൂടി പഠിക്കാം. എന്താണ്? ഇവിടെ ജീൻ പിയാജറ്റ് ആണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ എന്താണ് പ്രൊപ്പോസ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്താണ് 4 സ്റ്റേജസ് ഉണ്ട്. സെൻസറി മോട്ടോർ സ്റ്റേജ് ഉണ്ട്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട്, പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാനിപ്പോ ചോദിക്കുന്നില്ല കാരണം സമയമില്ല. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളത് പഠിക്കാം. ഓക്കെ, സെൻസറി മോട്ടോർ സ്റ്റേജിൽ എന്താണ്? സെൻസറി എക്സ്പീരിയൻസ്, അതുപോലെ നമ്മുടെ മോട്ടോർ ആക്ഷൻസ് ഒക്കെ കുറച്ചും കൂടി കോർഡിനേഷനിൽ വരുന്ന ടൈമാണ് നമ്മൾ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ അൺസിസ്റ്റമാറ്റിക് ഈഗോ സെൻട്രിസം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് നമ്മുടെ പാർട്ട് മാത്രമേ അവിടെ കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള ഒരു പാർട്ടോ ഒരു പേഴ്സ്പെക്റ്റീവ് ഒന്നും കാണാൻ കുട്ടികൾക്ക് കഴിവുണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു ടൈമാണ് നമ്മുടെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ എന്താണ്? ഈ ഈഗോ സെൻട്രിസം ഒക്കെ പോയി ആ കുട്ടിക്ക് കുറച്ചും കൂടി മനസ്സിലായി തുടങ്ങും. ഓക്കെ, ബാക്കിയുള്ള പാർട്ടും കൂടി കാണാൻ തുടങ്ങും. പിന്നെ കുറച്ചും കൂടി ലോജിക്കലി തിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തോന്നാ ക്ലാസിഫിക്കേഷൻ, ഇപ്പൊ കളർ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാനും അതുപോലെ അതൊക്കെ പഠിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. പിന്നെ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഡിഡക്റ്റീവ് റീസണിങ്, ഇൻഡക്റ്റീവ് റീസണിങ്, അതുപോലെ ഹൈപ്പോതെറ്റിക്കൽ റീസണിങ്. ഇതൊക്കെ എന്താണെന്ന് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കൂടി വായിച്ചു പഠിക്കാം. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ അതൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കാം. പിന്നെ അടുത്തതാണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിൽ 2 തരമുണ്ട്. എന്താ? സൈക്കോസിസും ഉണ്ട്, ന്യൂറോസിസ് ഉണ്ട്. ന്യൂറോസിസും സൈക്കോസിസും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ റിയാലിറ്റി ലോസ് ഇല്ല. നമ്മൾ ആ ഒരു റിയൽ ലൈഫിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ റിയാലിറ്റി ലോസ് ആവുന്നില്ല. പക്ഷെ സൈക്കോസിസ്, ഫോർ എക്സാമ്പിൾ ഈ മറ്റേ മണിച്ചിത്രത്താഴൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം ഗംഗക്കും നാഗവലിക്കും തമ്മിലൊരു, ഇപ്പൊ ഗംഗ ആ കംപ്ലീറ്റ് റിയാലിറ്റിയിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ സൈക്കോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സൈക്കോസിസിലെ 3 കീ ഫീച്ചേഴ്സ് ആണ് എന്തൊക്കെയാ? ഹാലൂസിനേഷൻ, ഡിലൂഷൻ, ഡിസോർഗനൈസ് തിങ്കിങ്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എക്സ്റ്റേണൽ ട്രിഗർ ഇല്ല. നമ്മുടെ ഇങ്ങനെ ആരോ വന്ന് നമ്മൾ സംസാരിക്കുന്ന പോലെ, നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നത് പോലെ നമ്മൾ തോന്നും. അതാണ് നമ്മുടെ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഡിലൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? തോട്ട്സ് ഓർ ബിലീവ്സ് ഹാവ് നോ റിയാലിറ്റി. നമ്മൾ ഒരു കാര്യം നമ്മൾ വിചാരിച്ചിരിക്കുക, പക്ഷെ അത് റിയൽ ആയിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഐ ആം പ്രസിഡന്റ് ഓഫ് US. ഞാൻ എന്താണ് US പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ രീതിക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കത്തുള്ളൂ. ഓക്കെ, നമ്മുടെ മനസ്സിൽ എപ്പോഴോ കയറിപ്പോയ ഒരു ബിലീവ് സിസ്റ്റമാണ് എന്ത്? ഡിലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഡിസോർഗനൈസ് തിങ്കിങ്. ഇതൊക്കെയാണ് സൈക്കോസിസിൽ വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ മറ്റേ ആ ഒരു ഗംഗ നാഗവല്ലി അവരുടെയൊക്കെ ആലോചിച്ചാൽ തോന്നും, നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഹാലൂസിനേഷൻ ഉണ്ട്, അവർക്ക് ഡിലൂഷൻ ഉണ്ട്. ഞാൻ നാഗവല്യ എന്നുള്ള ഡിലൂഷൻ ഉണ്ട്. അതുപോലെ ഡിസോർഗനൈസ് തിങ്കിങ്, ഒരു എന്താണ് നമുക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ എന്താണ് ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അതൊക്കെ. അടുത്തത് ആൻസൈറ്റി. ആൻസൈറ്റി ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്താണ് ഒരു ഡിസോർഡർ ആയതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ ആഡ് ചെയ്തത്. ആൻസൈറ്റി നമ്മുടെ സ്ട്രെസ്സിനോടുള്ള നമ്മുടെ നാച്ചുറൽ റിയാക്ഷൻ ആണ്. പക്ഷെ ഒക്കേഷണൽ ആണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്, ഒരു ആൻസൈറ്റി ഡിസോർഡർ ആയിട്ട് മാറുന്നത്. അടുത്തത് ഡിപ്രഷൻ. ഡിപ്രഷൻ നമുക്ക് മെലാങ്കോളിയ എന്നുകൂടി വിളിക്കാം. പിന്നെ ഈ പെർസിസ്റ്റന്റ് ഫീലിംഗ് ഓഫ് സാഡ്നെസ്, ഹോപ്പ്ലെസ്നെസ്, ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു 2 വീക്സിന് കൂടുതൽ ഇതുപോലെ സാഡ്നെസ്സും ഹോപ്പ്ലെസ്നെസ്സും ഫാറ്റിക്കും ഇതെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് ഫോബിയാസ്. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു സംഭവത്തിനെ കുറിച്ചുള്ള ഇന്റൻസ് ആയിട്ടുള്ള ഫിയർ, അതാണ് ഫോബിയ എന്ന് പറയുന്നത്. പിന്നെ ഹോമോഫോബിയ ഉണ്ട്, സിനോഫോബിയ ഉണ്ട്. ഈ ഹോമോഫോബിയ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. എന്താണ്? ഒരു ഹോമോസെക്ഷാലിറ്റി അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിനോടുള്ള ഒരു ഇന്റൻസ് ഫിയർ അല്ലെങ്കിൽ അവരോടുള്ള ഒരു നെഗറ്റീവ് റിയാക്ഷനെയാണ് ഹോമോഫോബിയ എന്ന് പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഫിയർ ഓഫ് ഹൈറ്റ്സ്, ആക്രോഫോബിയ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഇത് മാറി വരാം. അപ്പോൾ എല്ലാം ഒന്ന് നോക്കി വെക്കാം. പിന്നെ അടുത്തത് ഈറ്റിംഗ്
ഡിസോർഡേഴ്സ്. ഇത് അനറക്സിയ നെർവോസ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് എക്സ്ട്രീം ഫുഡ് റെസ്ട്രിക്ഷൻ ഡ്യൂ ടു ഇന്റൻസ് ഫിയർ ഓഫ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒട്ടും ഫുഡ് കഴിക്കാതിരിക്കുന്ന അവസ്ഥയാണ് എന്താ അനറക്സിയ നെർവോസ എന്ന് പറയുന്നത്. ബുളീമിയ നെർവോസ എന്താണ്, അവർ കുറേ കഴിക്കും, പക്ഷെ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ റിഗ്രറ്റ് അടിച്ചിട്ട് അവരത് ഛർദ്ദിച്ചളയെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് കളയുന്നതിനെയാണ് നമ്മൾ ബുളീമിയ നെർവോസ എന്ന് പറയുന്നത്. അടുത്താണ് ബിഞ്ച് ഈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവർക്ക് ഒരു പർജിങ് ആയിട്ടുള്ള ഒരു വൊമിറ്റിങ് അതൊന്നുമില്ല, പക്ഷെ അവർ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെയാണ് ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അവോയ്ഡൻ ആണെങ്കിൽ അവർ ഫുള്ളും എന്താണ് ഫുഡും ഫുള്ളും അവർ അവോയ്ഡ് ചെയ്ത് കളയും, കാരണം അവർക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല, ഈ പേടിയായിരിക്കും. ഓക്കെ, ലാസ്റ്റ് അതേഴ്സ് അൺസ്പെസിഫൈഡ് ഫീഡിങ്സ് ഓർ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, അതൊക്കെയാണ് വരുന്നത്. കുഴപ്പമില്ല. പിന്നെ ഇത് സ്ട്രെസ്, ക്രൈസിസ്, ബേൺ ഔട്ട്, ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര പ്രഷർ തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നുന്നത്, നമുക്ക് എല്ലാവർക്കും സ്ട്രെസ് തോന്നാറുണ്ടല്ലേ, ഭയങ്കര ത്രെറ്റനിങ് അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ട്രെസ് വരും. ഓക്കെ, നമുക്ക് പോസിറ്റീവ് സ്ട്രെസ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് സ്ട്രെസ് ഉണ്ട്. പോസിറ്റീവ് സ്ട്രെസ്സിനെയാണ് നമ്മൾ യൂസ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പഠിക്കാൻ നമുക്ക് സ്ട്രെസ് വേണം അല്ലേ, അതിനാണ് നമ്മൾ യൂസ് സ്ട്രെസ് എന്ന് പറയുന്നത്, ഒരു പോസിറ്റീവ് ആണ്. അടുത്തത് നെഗറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, അത് ഡിസ്ട്രെസ് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ക്രൈസിസ്. ക്രൈസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, എ സ്ട്രെസ് സിറ്റുവേഷൻ വിച്ച് അപ്രോച്ച് ആൻഡ് എക്സീഡ്സ് അഡാപ്റ്റീവ് കപ്പാസിറ്റി. നമ്മുടെ സ്ട്രെസ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന്റെ നമുക്ക് താങ്ങാവുന്നതിനപ്പുറം പോകുമ്പോഴാണ് അത് ക്രൈസിസ് ആവുന്നത്. ഓക്കെ, അടുത്തത് ബേൺ ഔട്ട് കൂടുതലും ഒരു എന്താണ് നമ്മുടെ ജോലിയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ബേൺ ഔട്ട് വരുന്നത്. കാരണം നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ അവിടെ ഒരു ഒരു അപ്രൂവൽ ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു അപ്രിസിയേഷൻ ഇല്ല, അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അത് മടുത്തു പോയല്ലോ, നമുക്കത് പിന്നെ അത് കോപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിക്കാവും. അതിനെയാണ് നമ്മൾ ബേൺ ഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കലി ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് പോകുന്നതാണ് ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, പിന്നെ ഐസിഡിയുടെ ഫുൾ ഫോം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. പിന്നെ അടുത്ത DSM, ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. ഇത് രണ്ട് ബുക്സ് ആണ്. എന്താണ് ICD WHO ഫോം ഡെവലപ്പ് ചെയ്തതും, അതുപോലെ DSM അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഫോം ചെയ്തതാണ്. പിന്നെ എന്താണ് ഈ ICDയിൽ എല്ലാ മെഡിക്കൽ കണ്ടീഷൻസും ഉണ്ട്. നമുക്ക് ഒരു എന്താണ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിന് നോക്കാൻ പറ്റിയ എല്ലാ മെഡിക്കൽ കണ്ടീഷൻസും ഈ ICDയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ DSMൽ കൂടുതലും ഈ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് മാത്രമാണ് എഴുതി വെച്ചത്. നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ, അതിന്റെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് ഇതൊക്കെ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രണ്ട് സിസ്റ്റം അല്ലെങ്കിൽ രണ്ട് ബുക്സ് ആണ് ഇത്, ICDയും DSMഉം. അടുത്ത തെറാപ്പി. നമുക്കൊരു ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ടെക്നിക്കാണ് തെറാപ്പി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് എത്തിക്സ് ഉണ്ട്. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യണം, അതുപോലെ എന്ത് ഉണ്ടെങ്കിലും നമ്മൾ അവരുടെ കൺസെന്റ് എടുത്തിട്ട് മാത്രം എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇന്റഗ്രിറ്റി ഓഫ് പ്രാക്ടീഷണർ ക്ലയന്റ് റിലേഷൻഷിപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ എപ്പോഴും അവരോട് ഓണസ്റ്റ് ആയിരിക്കണം, ട്രാൻസ്പാരൻസി കീപ്പ് ചെയ്യണം, പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണം, എപ്പോഴും നമ്മളൊരു ഓപ്പൺ ആയിരിക്കണം അവരുടെ അടുത്ത്. പിന്നെ റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി, ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ സൈക്കോതെറാപ്പിയുടെ എന്തൊക്കെയാണ് എത്തിക്സ് എന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ പഠിക്കാം. പിന്നെ അടുത്ത ടൈപ്സ് ഓഫ് തെറാപ്പിയില് ഇത് ഞാൻ ഒരു അന്ന് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ ഇത് കുറെ മാത്ത് ഫോളോയിങ് ആയിട്ടാണ് ഞാൻ ചോദിച്ച് കണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലയന്റ് സെന്റർ തെറാപ്പി, കാൾട്ടൺ, അതുപോലെ റാഷണൽ തെറാപ്പി, ആൽബർട്ട് എലിസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കാം. ഓക്കെ, കാണാപ്പാടം അതിൽ പഠിച്ചു വെക്കാം. ഓക്കെ, ഈ ബിഹേവിയർ തെറാപ്പി, ഏസനിക്, ഇത് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നന്നായിട്ട് ഇതിരുന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നാളുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഞാൻ പിന്നെ എന്തെങ്കിലും ഞാൻ ഇതിനകത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ
ഇതുപോലെ PPT നോക്കുമ്പോൾ ഞാനത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവരും നല്ല മാർക്ക് പഠിക്കുക. നല്ലൊരു യൂണിവേഴ്സിറ്റി കയറാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.